നമസ്കാരം. എൻ്റെ തിയേറ്ററിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരെയും സഹോദരി സഹോദരങ്ങളെയും ക്ഷണിക്കുകയാണ്. എൻ്റെ കഥകൾ എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വീണ്ടും തുടങ്ങുന്നു. ഇന്ന് എൻ്റെ കൂടെ ദീർഘകാലം സഹപ്രവർത്തനായൊക്കെ നിന്ന, പരസ്പരം സ്നേഹമുള്ള, ഒരു കാരണവശാലും ഒരു ഇച്ചിപ്പോന്ന് പോലും പറഞ്ഞ് ഒരു വഴക്കുണ്ടാകാത്ത, നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞ, ഈ അടുത്ത ദിവസം വിട്ടുപിരിഞ്ഞ ഒരു നടനും എഴുത്തുകാരനും കോമഡി ആർട്ടിസ്റ്റുമായ സോമരാജന് ഒരു ആദരാഞ്ജലി നേരാനാണ് ഞാനിത് വിനിയോഗിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ 92, 93 കാലഘട്ടത്തിൽ കൊച്ചിൻ ജോക്സിൻ്റെ കലാമറുമാനിക്കയുടെ ഗ്രൂപ്പിലാണ്. അപ്പം അന്നൊക്കെ ഓഡിയോ കാസറ്റ് ഭയങ്കരമായിട്ട് പ്രാബല്യത്തിൽ തിളങ്ങി നിൽക്കുന്ന സമയമാണ്. ഓഡിയോ കാസറ്റുകൾ പാരഡിപ്പാട്ടുകളും അതുപോലെ കൊച്ചു കൊച്ചു നുറുങ്ങ തമാശകളും ഒക്കെ വെച്ചിട്ട്, അതിനകത്ത് ഇന്നസെൻറ്റും ജഗതിയും ഇങ്ങനെയുള്ള നടന്മാരുടെ ശബ്ദങ്ങൾ വെച്ചിട്ടാണ് കാസറ്റുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, സ്റ്റോറികൾ പറയുന്നത്. അപ്പോൾ റഹ്മാനിക്ക ഇങ്ങനെ പറഞ്ഞു, നമുക്കൊരു ഓഡിയോ കാസറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്, പക്ഷേ നമുക്ക് പുതിയതായിട്ട് എഴുതുന്ന ഒരാളെ വേണം. കാരണം എഴുതിക്കൊണ്ടിരിക്കുന്നവർക്കൊക്കെ തിരക്കാണ്, മിക്കവരും തിരക്കായിട്ട് ആരും കിട്ടാനില്ല. അപ്പം ഞാൻ പറഞ്ഞു, നിൽക്കാൻ ഇങ്ങനെ കോട്ടയത്തൊരാളുണ്ട്, നമുക്ക് അറിയാവുന്ന നമ്മുടെ ഒരു സഹോദരനാണ്, സോമരാജൻ എന്നാ പേര്. ഞാൻ അദ്ദേഹത്തെ എങ്ങനെയും തപ്പിപ്പിടിക്കാം. അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല, ഈ ലാൻഡ് ഫോണിലുള്ള പരിപാടിയുള്ളൂ. ലാൻഡ് ഫോണിൽ വിളിച്ചാൽ എപ്പോൾ കിട്ടിയെങ്കിൽ കിട്ടി എന്നുള്ളൊരു ഇതിൽ നിൽക്കുന്ന സമയം. അപ്പം അദ്ദേഹം കോട്ടയത്തൊരു ഈ മണ്ടൂസും അങ്ങനെയൊക്കെ ബോബനുമൊളി ഇതൊക്കെ എഴുതുന്ന ഒരു ഓഫീസിൽ അദ്ദേഹം അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാനത് തപ്പിപ്പിടിച്ച് അവിടെ ചെന്നപ്പോൾ അന്ന് അദ്ദേഹം ലീവാന്നില്ല, ഇത് പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് പോയി. അപ്പം ഞാനവിടെ ഉള്ള ആളോട് പറഞ്ഞു, ഇതുപോലെ സോമരാജനെ ഒന്ന് കാണാനാണ്, ഒരു ഓഡിയോ കാസറ്റിന് എഴുതാനാണ്. അപ്പോൾ റഹ്മാനിക്ക പറഞ്ഞിട്ട് ഞാൻ വന്നതാണ് പറഞ്ഞു. ചേട്ടാ, ഞാനത് വൈകിട്ട് അദ്ദേഹത്തിന് വീടിനടുത്താണ് താമസിക്കുന്നത്, ഞാൻ പോയി കാണുമ്പോൾ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പം ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് നാളെ രാവിലെ 10 മണിയാകുമ്പോൾ അദ്ദേഹം കൂടെ ഒരുങ്ങി നിന്നാൽ ഞാനിവിടെ വന്ന് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടു പോകാം. ഇപ്പം ഇല്ലെങ്കിലും ഞാൻ ഇവിടെ വരാം, അദ്ദേഹം ഇല്ലെങ്കിലും ഇല്ലെന്നുള്ള വിവരം അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ വന്നോളാം എന്ന് പറഞ്ഞാൽ പോയി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് ഞാൻ ചെല്ലുമ്പോൾ പ്രസന്നവദനായി തമാശകളൊക്കെ പറഞ്ഞു ഒരാൾ, സോമരാജൻ എൻ്റെ കയ്യിൽ വന്നു. ഇന്നലെ വന്നിരുന്നു അല്ലേ? ഞാൻ വന്നിരുന്നു. എന്താ കാണാൻ? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമാണ്. അതിനെന്താ, ഞാൻ ഒരുങ്ങിയാണ്, നമുക്ക് പോയാലോ? ഞാൻ ആയിക്കോട്ടെ. അപ്പോൾ ഞങ്ങളങ്ങനെ എറണാകുളത്തിന് വണ്ടി കയറുന്നു, റഹ്മാനി കയറി ചെല്ലുന്നു. ആദ്യമൊക്കെ അദ്ദേഹം എഴുതി തുടങ്ങിയപ്പോഴൊക്കെ എന്തോ അങ്ങോട്ട് പെട്ടെന്നൊന്നും ആർക്കും വരില്ലല്ലോ എഴുത്തിനകത്തൊക്കെ. അപ്പോൾ ഇക്കയും പറഞ്ഞു, കണ്ണാ പുള്ളിക്ക് അങ്ങോട്ട് ഒന്നും ഇത് വരുന്നില്ലല്ലോ, എങ്ങനെ ഇല്ലിക്ക വന്നോളൂ, ഇക്ക വിഷമിക്കണ്ട, അങ്ങനെ ആളാന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ആ കാസറ്റ് ചെയ്തു. പിന്നീട് എറണാകുളത്ത് എത്ര കാസറ്റുകളുണ്ടോ അതുപോലെ ഗൾഫ് ഷോകൾ, വിദേശ പരിപാടികൾ, സ്റ്റേജ് ഷോകൾ, ഇതിനൊക്കെ അദ്ദേഹം സ്കിറ്റുകൾ എഴുതി. ഒരുപാട് സ്കിറ്റുകൾ ഒരുപാട് നടന്മാർക്കും പ്രസ്ഥാനങ്ങൾക്കും ട്രൂപ്പുകൾക്കും ഒക്കെ അദ്ദേഹം എഴുതി കൊടുത്തു. പക്ഷേ ജീവിതത്തിൽ അദ്ദേഹം ഇന്നേ വരെ വിദേശത്ത് പോയിട്ടില്ല എന്നുള്ളതാണ് വലിയൊരു വാസ്തവം. സോമരാജൻ എന്ന് പറഞ്ഞ ആൾ ഇടയ്ക്ക് ഞങ്ങൾ തമ്മിൽ കാണുമ്പം പറയും, കണ്ണാപ്പിയാണ് എന്നെ ആദ്യമായിട്ട് ഓഡിയോ കാസറ്റ് കൊണ്ടുപോകാൻ എറണാകുളത്ത് കൊണ്ടുപോയതെന്ന് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു അഭിമാനമായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ മരണാന്തര ചടങ്ങിന് ഞാൻ പോയിരുന്നു. സത്യത്തിൽ വളരെയേറെ വിഷമം തോന്നി നമുക്ക്. കാര്യം ഞാൻ എൻ്റെ തിയേറ്റർ ഈ ചെയ്യുന്ന പരിപാടിയിൽ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഞാൻ വിളിച്ചിരുന്നു, 2 പ്രാവശ്യം വിളിച്ചു. അപ്പോൾ കാരണം ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിൽക്കുകയാണ്, ഇപ്പോൾ വീട്ടിൽ വന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് സംസാരിക്കാൻ വയ്യ. സംസാരിക്കുമ്പോഴത്തേന് എനിക്ക് കുഴപ്പമില്ല, പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ വീട്ടുകാർ സമ്മതിക്കത്തില്ല. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് റെസ്റ്റ് ചെയ്യണമെന്നാണ്. ഞാൻ പറയുന്നത്, സൗകര്യം അങ്ങോട്ട് കുഴപ്പമില്ല, ഞാൻ വന്നോളാം, അങ്ങേക്ക് സുഖമായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത്, റിലാക്സ് ചെയ്യുന്ന സമയത്ത് എപ്പോഴാണെന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുക, അപ്പം പറഞ്ഞാൽ മതി, വരാം എന്ന് പറഞ്ഞു. എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഒട്ടും വയ്യ സംസാരിക്കാൻ. അപ്പം അദ്ദേഹം എനിക്കൊരു ഫോട്ടോ ഇട്ടു തന്നു. കണ്ണാപ്പി, ഞാനിപ്പോൾ മരണാന്തര ചടങ്ങിന് ചെന്നപ്പം അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ മകനുണ്ട് രഞ്ജൻ. അപ്പം അവരുമായിട്ടിങ്ങനെ സംസാരിച്ച് കൂട്ടത്തി ഞാൻ പറഞ്ഞു, എപ്പോഴാണ് ഇദ്ദേഹത്തെ കോട്ടയത്തിന് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു, കണ്ണൻ ചേട്ടാ, അത് ഇന്നലെയാണ്
അദ്ദേഹത്തെ കൊണ്ടുവന്ന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആള് നല്ല ക്ഷീണത്തിലായിരുന്നു. ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ അവിടെ ഈ ഡെങ്കിപ്പനിക്കാരും അല്ലാത്ത പനിക്കാരും മഞ്ഞപ്പിത്തക്കാരും ഒക്കെ കൂടുതലുള്ളതുകൊണ്ട് അവിടുന്ന് മെഡിക്കലിലേക്ക് റെഫർ ചെയ്തു. അങ്ങോട്ട് പോകും, അതായിരിക്കും ഒബ്സർവേഷനിലിടാം, അതായിരിക്കും നല്ലത്, സേഫ് അതാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മെഡിക്കലിന് വിടുമായിരുന്നു. മെഡിക്കലിൽ ചെന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചടപഴിഞ്ഞ് ക്ഷീണമെല്ലാം മാറി ചാടി എഴുന്നേറ്റ് നല്ല ഫ്രഷായി. അപ്പോൾ തന്നെ വിളിച്ചു, ആരൊക്കെ വന്നിരിക്കുന്നത് വിളിച്ചപ്പോൾ വൈഫ് വന്നു, ഇവരെല്ലാം വന്നു. കൂടുതൽ രഞ്ജൻ, ഈ പറഞ്ഞ പയ്യനും അനിയനും ഇവരെല്ലാം ചെന്നു. എന്നെ പറഞ്ഞു, എന്താ എല്ലാവരും പറഞ്ഞു, മാമന് വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പേര് വന്നിട്ടുണ്ട്. ആരാ? അപ്പോൾ എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞു. വിളിക്കും എല്ലാവരും വിളിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം എല്ലാവരെയും ഇങ്ങനെ വിളിച്ചെന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും വന്നു, അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു. എന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. എല്ലാവരും ഇങ്ങനെ വീട്ടിൽ ഇവിടെ കുത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവരും പൊക്കോ, വീട്ടിൽ പൊക്കോ കേട്ടോ, എനിക്കൊരു കുഴപ്പമൊന്നുമില്ല, ഇവിടെ വന്നല്ലോ, ഇനിയിപ്പം ഇവിടെ സേഫാ എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെയാണ്, നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ എല്ലാവരും ഞങ്ങൾ കുഴപ്പമില്ല, ഞങ്ങൾ ഓക്കെയാന്ന് പറഞ്ഞു. എന്നാൽ ശരി പൊക്കോ എന്ന് പറഞ്ഞ് ഇവർ അങ്ങോട്ട് മാറുന്ന സമയത്ത് പെട്ടെന്ന് ഇതൊക്കെ ഇങ്ങനെ വയ്യാത്ത പോലെ ഒറ്റ വീഴ്ച ഒന്ന് കാണിച്ചു. ഈ രഞ്ജൻ പറഞ്ഞു, മാമ എന്ത് കാണിക്കുക, എന്ത് പറ്റി മാമ എന്ന് പറഞ്ഞ് പിടിച്ചപ്പോഴത്തേന് പുള്ളി കണ്ണു പറഞ്ഞു,